ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നീ വിഷമിക്കണ്ട, ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നോക്കിയിട്ടും വന്ദനെ ഒതുക്കാൻ പറ്റുന്നില്ലല്ലോ. അന്ന് മാലമോഷണം, അതില് കള്ളിയെന്ന പേരില് വന്ദന എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താവൂന്ന് കരുതിയതാ. പക്ഷെ എന്തായി? ഒടുവിൽ എനിക്ക് അടികൊണ്ടത് മാത്രം മിച്ചം. ഞാൻ തമാശ കാണിച്ചതാണെന്നും എല്ലാരെയും പറ്റിക്കാൻ ശ്രമിച്ചതാണെന്നും പറഞ്ഞതുകൊണ്ട് അച്ഛന്റെ ഒറ്റ അടിയിലെല്ലാം തീർന്നു. പക്ഷെ നിന്റെ അച്ഛന്റെ അടിയുണ്ടല്ലോ, എന്റെ കണ്ണീന്ന് പൊന്നിച്ച പറന്നു. എന്തൊരടിയായിരുന്നു! അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സത്യത്തിൽ ആ മാല ചേച്ചി തന്നെയാണോ അമ്മയുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചത്? മോഷ്ടിച്ചതല്ല. പിന്നെ? അങ്ങനെയുള്ള വർത്താനൊന്നും ഈ വിദ്യയുടെ പറ്റി സ്വപ്നത്തിൽ പോലും പറയരുത്. അമ്മ കുളിക്കാൻ പോയപ്പോ ഞാൻ തന്ത്രപൂർവ്വം എടുത്ത് വന്ദനയെ കള്ളിയാക്കാൻ അവളുടെ അലമാരെ കൊണ്ടുവന്ന് വെച്ചതാ. പക്ഷെ അത് അവൻ കാണുമെന്നും ജഗൻ അതെടുത്ത് എന്റെ മുറി കൊണ്ടുവച്ച് എന്നെ കള്ളിയാക്കുമെന്നും ഞാൻ വിചാരിച്ചില്ല. വന്ദനയ്ക്കെതിരെയുള്ള എന്റെ ഉഗ്രൻ ഐഡിയ പൊളിഞ്ഞു പോയത്. അവളെ ഒതുക്കാൻ തക്കം പാർത്തിരുന്നപ്പോഴാ അവള് തന്നെ ഒരു അവസരം വീണ്ടും ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ മനുഷ്യരാരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഈ കാണിച്ചത്? ഈ വീട്ടിൽ താമസിച്ച് സ്വന്തം ഭർത്താവിന്റെ അച്ഛനെ തന്നെ കൊല്ലാൻ ശ്രമിക്കാന്ന് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? വന്ദനേന് തിരിച്ചു വരത്തില്ല, ജഗൻ ചേട്ടനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്നു, മരപ്പുറം കത്തി അമ്പും വില്ലും മാങ്ങാ തൊലി. ഹരിതേ, സ്വന്തം തന്തയെ കൊല്ലാൻ നോക്കിയ ആളെ അവൻ കൂടെ കൂട്ടുന്ന ആരെങ്കിലും കരുതിയോ? കരുതണം. അവൾക്ക് കക്കാൻ മാത്രമല്ല, നിക്കാനും അറിയാം. അവളെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുമെന്ന് പന്തയൊന്നും വെക്കാൻ നിക്കല്ലേ. ഇതുപോലെ വിദ്യയെടുത്തി തോറ്റുപോവും. വിദ്യയെടുത്ത് ഇങ്ങനെ തോറ്റ് തല കുനിച്ച് നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. അങ്ങനെ അങ്ങ് പുച്ഛിക്കാതടി, ഒരു ചെറിയ അബദ്ധം. അല്ലെങ്കിൽ ഈ സമയത്ത് നിന്റെ തന്തയുടെ ചിത കത്തി തീർന്നേനെ. ചെവിക്ക് ചെവി അറിയാതെ വിദ്യയെല്ലാം തീർത്തു കെട്ടിയേനെ. അവൾക്ക് പുച്ഛം. എടുത്ത് എന്തേ ആലോചിക്കുന്ന? ഊണിലും ഉറക്കത്തിലും എന്റെ ആലോചന വന്ദന എങ്ങനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാന്നുള്ളത് മാത്രം. എന്നിട്ട് എന്തേ വല്ല മാർഗവും തെളിഞ്ഞോ? തെളിയാതെ ഒന്ന് പിഴച്ച അതിനപ്പുറം ഉന്നം നോക്കി എറിയണം. ഒന്നില് പിഴച്ച മൂന്നിലെന്നല്ലേ കണക്ക്. ഒന്നും രണ്ടും പിഴച്ചു, മൂന്നാമത്തേത് പിഴക്കില്ല. വിദ്യയെടുത്ത് എന്താ ചെയ്യാൻ പോകുന്നേന്ന് പറയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് കൊള്ളാം. ഇത് വിദ്യയെടുത്ത് ഇതുവരെ കളിച്ചതുപോലുള്ള ലോ ലെവൽ ആയിട്ടൊന്നും അല്ല. ഇത് മരണമാസ. ഇത് കേട്ടാ മതി എനിക്ക്. കൊടുകൈ. അതേട്ടാ, പോകുന്ന വഴി ഗണപതി സ്റ്റോറില് പൂജയ്ക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റും കൊടുക്കണം. ഇത് കഴിക്കേ. ഓ, ഇന്നും ഗുളി കഴിക്കുന്ന ആരും ഞാനങ്ങ് മറന്നു അല്ലേ?
ഇത് വേണോ മാധവേട്ട? എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല ചന്ദ്രു. വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ മുന്നേ പൂജ ചെയ്യണമല്ലോ. കുലദൈവങ്ങളെ പ്രസാദിപ്പിക്കണമെന്ന് അമ്മ പറയുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? പൂജയൊന്നും മുടക്കാൻ പാടില്ല മാധവേട്ട. ഞാൻ പറഞ്ഞത് അതല്ല. ചെലവിന്റെ കാര്യം ഓർത്തിട്ടാണോ? അതൊക്കെ അങ്ങ് നടന്നോളുന്നേ. അതല്ല മാധവേട്ട, കുറുപ്പിന്റെ വീട്ടിലേക്ക് കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് പൂജയ്ക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നല്ലേ? പോയപ്പോഴൊക്കെ മാധവേട്ടനെ അയാള് ഏയ് ഒന്നുമില്ല. കുറുപ്പ് സംബന്ധക്കാരനല്ലേ. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ കുറുപ്പിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റുമോ? എന്നാലും അയാള് വീണ്ടും. ചന്ദ്രു, കുറുപ്പിന്റെ വീട്ടിൽ നിന്ന് ഒന്നല്ല 2 ബന്ധങ്ങളാ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് മറക്കണ്ട. 2 കൈയും കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവൂ. നീ പേടിക്കണ്ട. ആ ചാവിയും എടുക്ക. ദാ, ആ ഈശ്വരാ. വസന്തയെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് കാര്യങ്ങളൊക്കെ. ഇല്ലല്ല, അത് മതി അടുത്ത പരാതിക്ക്. പിന്നെ നീ ഇടയ്ക്കിടയ്ക്കൊന്നും എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ശരി. ഹലോ. ഹലോ അപ്പച്ചി, ഇത് ഞാനാ. നീ ആരാടി? അപ്പച്ചി, ഞാൻ വിദ്യ അപ്പച്ചി, ജിതേന്ദ്രന്റെ ഭാര്യ. ഓ, കരുണാകരന്റെ മരുമകള്. എന്താടി വിശേഷം? അതപ്പച്ചി ഇവിടെ ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നീ വിഷമിക്കണ്ട. ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്.